അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. ഇതാണ് ടാങ്കിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഒരു പുല്ലും ഇതൊക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് നമ്മളെ ടാങ്കിന്റെ കല്ല്. ഇതാണ് നമ്മളെ ടാങ്കിന്റെ കല്ല് കഴുകി വെച്ചേക്കാണ്. പിന്നെ ഇതാണ് നമ്മുടെ ടാങ്കിന്റെ ബ്ലാക്ക് കളർ കല്ല്. ഇത് നല്ല വലിയ 2 കിലോ ആണ് കല്ല്. കല്ല് എല്ലാം കൂടെ 12 കിലോ ആയി. കിലോ എത്ര രൂപ വെച്ച്? കിലോ ഒരു 50 രൂപ വെച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ 40 വാട്സിന്റെ മോട്ടോർ. അത്യാവശ്യം കിടില മോട്ടോറാണ്, പൊളി സാധനമാണ്. 1000 ഇതാണ്. പിന്നെ ഒരു മണിക്കൂറിൽ 1500 ലിറ്റർ ഇത് ക്ലീൻ ചെയ്യും. പിന്നെ ഇതിൽ ഒട്ടിച്ചേക്കുള്ള സാധനമുണ്ട്. ഇത് അറിയാത്തവരൊക്കെയാണ് പറയേണ്ടത്. ഇത് വെള്ളമാക്കിയിട്ട് ഒട്ടിച്ചേക്കണം, അല്ലാതെ ഇങ്ങനെ ഡയറക്റ്റ് കൊണ്ട് ഒട്ടിച്ചേക്കില്ല. ഇതിൽ കുറച്ച് വെള്ളമാക്കണം, അങ്ങനെയല്ലേ? ഇതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചങ്ങ് വെക്കണം. ഇതാണ് നമ്മുടെ LED ലൈറ്റ്. ഓൺ ആക്കി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ LED ലൈറ്റ്. ഇതിന് കളർ മാറ്റാം ഗായ്സ്. അത് നിങ്ങൾക്കറിയാലോ, കളർ മാറ്റാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ കളറ്. ഇപ്പൊ നമുക്ക് പണിയിലേക്ക് കിടക്കാം ഗായ്സ്. ഇത് നമുക്ക് പയ്യെ ഇവിടെ വയ്ക്കാം. എന്നിട്ട് കല്ലെടുത്ത് കഴിഞ്ഞാൽ മുകളിൽ വയ്ക്കാം. ടാങ്ക് മറിയോ? ഇല്ല കൊള്ളും. ഇല്ല, പതുക്കെ വാരി ഇടരുത്. പതുക്കെ വന്ന് നിരത്തിയാൽ മതി. അപ്പൊ നമുക്ക് കല്ല് നിരത്താനുള്ള പരിപാടികൾ തുടങ്ങാം. ഇടരുത് കല്ല്. അങ്ങനെ വാരി പയ്യെ നിറച്ചു കൊടുക്കാം. പയ്യെ നമുക്ക് ഈ എല്ലാ കല്ലും നമുക്ക് ഇതേപോലെ പയ്യെ ഇടാം. എല്ലാ കല്ലും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ഫീറ്റ് ടാങ്ക്? ഇത് 3 ഫീറ്റ്. 3 ഫീറ്റ് ഹൈറ്റാ? 1.5 അടി? 1.5 അടിയോ? 1.5 അടി നീളം, 1 അടി വീതി. 12 കിലോ കല്ലുണ്ട്. തികയുമെന്ന് തോന്നുന്നില്ല. 12 കിലോ കല്ല് തോന്നുന്നില്ല. തികയുമാണ് എന്റെ ഒരു പ്രതീക്ഷ. തികയില്ല. നിങ്ങൾ പറയണം ഈ കല്ല് തികയുമോ ഇല്ലെന്ന്. തികയില്ല. നമുക്ക് നോക്കാം. ഇട്ടോണ്ടിരിക്കുകയാണ്. പയ്യെ ഇടണം, ഇങ്ങനെയൊന്നും പോകില്ല. 12 mm ഗ്ലാസ് ആണല്ലേ? ബേസ് 12 mm. ഈ ഗ്ലാസ് അത് 6 അല്ല 10 mm. ബേസിൽ 12 mm. അപ്പം നല്ല ഷേക്ക് വന്നാലൊന്നും കുഴപ്പമില്ല, പൊട്ടത്തില്ല അല്ലേ? അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടൂല. ഇപ്പൊ നമ്മൾ ഈ കൊച്ചു പിള്ളേരൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കിയാലും പൊട്ടൂല. സ്ട്രോങ് ഗ്ലാസ് ആണ്. നമ്മളെ പേര് സ്ട്രോങ് നോക്കി എടുക്കുന്നു. നിന്റെ അമ്മ സ്റ്റാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. സ്റ്റാൻഡ് ചെയ്യാം. ഇത് തികയുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾ പറയണം തികയില്ലെന്ന്. അപ്പൊ നമുക്ക് ഇനി കല്ലിട്ടതിന് ശേഷം കാണാം. ഓക്കെ. ഹലോ, അപ്പൊ നമ്മൾ കല്ലെല്ലാം നിറച്ചിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പൊ നമ്മൾ കളർഫുൾ കല്ലെല്ലാം അവിടെ ഇവിടെ ഇവിടെ ആക്കി നമ്മൾ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് കൂട്ടുകാരെ. ഇവിടെയൊക്കെ ഇനി നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് അടുത്തത്
ഈ കല്ല് ഈ കല്ലും കൂടെ ഇരിക്കട്ടെ അല്ലേ? കറുത്ത കല്ല് അവരോട് വാരി നിറക്കി. കറുത്ത കല്ല് നമുക്ക് ഇതാണ് നമ്മളെ കറുത്ത കല്ല്. ഇത് ഒരു തലക്കെറിഞ്ഞാൽ ബോധം കെടും. ഇത്ര വലിയ കല്ലാണ്. നമുക്ക് ആരെങ്കിലും തലക്കിട്ട് എറിഞ്ഞ് ഇതിൽ എൻ്റെ പേരും കൂടെ ഉണ്ട്. അത് അച്ചടിച്ചെടുത്തതാണ്. എൻ്റെ പേരും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് അച്ചടിച്ചെടുത്തതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ കല്ല് നമുക്ക് ഇങ്ങനെ അച്ചെടുക്കാം. അത് ഭംഗിയായിരിക്കുള്ള. കുഴിച്ചു വെക്കണ്ട, മുകളിലങ്ങ് വെച്ചാൽ മതി. കുഴിച്ചു വെക്കണ്ട, കുഴിക്കണ്ടേ? കുഴിക്കണ്ട, മുകളിലങ്ങ് വെച്ചിരുന്നാ മതി. ആ ഓക്കെ. ഇങ്ങനെ ലൈനായിട്ട് വെക്കണ. ഇങ്ങനെ അവിടെ പതൊക്കെ പൊട്ടിപ്പോവും. എങ്ങനെയെങ്കിലും ഒക്കെ വെക്കാം. മതി. നല്ല ഭംഗിയുണ്ടല്ലേ? അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ഇതെല്ലാം കൂടെ ഉണ്ണിയപ്പം എത്ര 7 രൂപ ആവുമല്ലേ? എല്ലാം കൂടെ എല്ലാം മീനും നമ്മൾ എക്സ്ട്രാ മീനും കൂടെ വാങ്ങിക്കാം. എല്ലാം കൂടെ 8000 രൂപയായി. ആവൂല്ലേ? ഇങ്ങനെ മതിയാ? അതാ കല്ല് ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഇടണോ? ഇതിൽ അവിടെ വെച്ചിരുന്നാ അങ്ങനെ പൊട്ടിച്ചിരുന്നാ അടുക്കിയത് പോലെ ആയി. കുഴപ്പമില്ല, ഇനിയും കിടക്കല്ലേ. ആ നീ കൊറേ കല്ലുണ്ട് കൂട്ടുകാര്. നല്ല ഭംഗിയുണ്ട്. മൂല വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ. ഇവിടെ വെച്ചോളൂ. ആ ഇതെല്ലാം അടുത്ത് അടുപ്പിച്ചേക്കട്ടോ. മതി. അതൊക്കെ മതി. എല്ലാം ലൈനായിട്ട് വെക്കണ്ട. ആ ഓക്കെ. ഇനിയുണ്ട് കൂട്ടുകാരെ കല്ല്. ഇത് ലൈനായിട്ട് പോലെ ആയാ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ തന്നെ പറയണം, കമന്റ് ഇടണം. കമന്റ്, അതാണ് നമ്മുടെ ഒരു ശക്തി. ഇതിന് സ്റ്റാൻഡ് വാങ്ങിച്ച് മാറ്റുമ്പോഴത്തേക്ക് എങ്ങനെ ഈ വെള്ളം മുഴുവൻ വെള്ളത്തോടെ എടുത്ത് മാറ്റി വെക്കണ്ടേ? അത് പണിയാണ്. നമുക്ക് ഹമീർ ഖാൻ വാങ്ങിക്കാം, മസിലുണ്ട്. മതി. ഇനി നമുക്ക് എന്താണ് വെള്ളം നിറയ്ക്കണ്ടേ? വെള്ളം നിറച്ചിട്ട് കാണാം. വെള്ളം പിടിച്ചു വെച്ചിട്ടില്ലേ? ആ വെള്ളം നിറച്ചിട്ട് കാണാം. ശരിയാവും. വെള്ളം എടുത്തൊഴിക്കുകയാണ്. നേരിട്ട് എടുത്തൊഴിച്ചാൽ ഇത് പൊട്ടും. നിങ്ങളെ തല വന്നിരിക്കും പൊട്ടി. അതുകൊണ്ട് നമുക്ക് ഇത് പയ്യെ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ എടുത്തൊഴിക്കാം. ഇതാണ് നല്ലത്. വെള്ളം ഒഴിച്ചു ഗൈസ്. നമുക്ക് വീണ്ടും എടുക്കാം വെള്ളം. നമുക്ക് വീണ്ടും വെള്ളം എടുക്കാം. ലീക്ക് വല്ലതും ഉണ്ടോ? ഏത്? ഇല്ല. വെള്ളം ഒഴിച്ചിട്ട് കാണാം. നമ്മളങ്ങനെ വെള്ളം നിറച്ചിരിക്കുകയാണ് നമ്മുടെ ടാങ്കില്. അപ്പൊ നമ്മളെ മോട്ടോറ് കിടക്കാച്ചിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടോ. നമുക്ക് പൈപ്പ്, ഇതിന്റെ കൂടെ ഒരു പൈപ്പ് കിട്ടും. ഇതാണ് അതിന്റെ പൈപ്പ്. ഇത് നമ്മള് അകത്തോട്ട് ഇടല്. ഇത് നമ്മളെപ്പോഴും പുറത്തോട്ട് ഇടാവൂ. അത് അതിന് ഓക്സിജൻ കിട്ടാൻ. ഇത് ഫിൽറ്ററും ആണ് ഓക്സിജനും ആണ്. അതാണ് ഇതിന്റെ ഒരു ഗുണം അല്ലേ? ഇത് 40 വാട്ട്സ് ആണ്. ഇതിന് 3 ലെയർസ് ഫോം ഉണ്ട്. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നമ്മൾ കൂടെ ഇളക്കി വൃത്തിയാക്കിയാൽ മതി. ഇത് കൂടെ നമ്മൾ ഇളക്കി വൃത്തിയാക്കിയാൽ മതി. ഇനി നമ്മൾ കുഴപ്പമില്ലല്ലോ വെച്ചാ കൊണ്ട്. അപ്പോ ഇനി നമുക്ക് ഈ എത്ര ലിറ്റർ ഇതില് 40 ലിറ്റർ വെള്ളമാണ് കൊണ്ടിട്ടുള്ളത്. 40 ലിറ്റർ. ഇത് വെള്ളം എന്ന് പറഞ്ഞാൽ 40 ലിറ്റർ ആണ് കൊണ്ടിട്ടുള്ളത്. പിടിച്ചു വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ട് അച്ഛൻ കൈന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ച് വെള്ളം ഇന്നലെ പിടിച്ചു വെച്ചതാണ്. അപ്പൊ നമ്മൾ 10 ബക്കറ്റ് 12 ബക്കറ്റ് അതിൽ ഒഴിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ മീനിട്ടിട്ട് കാണാം. അപ്പൊ കൂട്ടുകാരെ, നമ്മളങ്ങനെ കടയിൽ പോയി മീന് വാങ്ങിച്ചേക്കുകയാണ്. അങ്ങനെ ഇതില് ഹൈബ്രിഡ് എല്ലാം ഉണ്ട്. പിന്നെ ഗ്ലാസ് എടുത്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ വൈറ്റമിൻ ഓയിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹൈബ്രിഡ് എല്ലാം ഉണ്ട്.
വൈറ്റമിൻ ഈ ഒരു ഫുൾ അടപ്പെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുക. അത്രേ ഉള്ളൂ. ആ, ഇതാണ് ഈ LED ലൈറ്റിന്റെ ക്ലാമ്പ്. ഇത് അതേപോലെ തന്നെ വെള്ളം വെച്ചിട്ട് വയ്ക്കണം. അത്രേ ഉള്ളൂ. നമ്മൾ ഏതാ വൈബ് ബ്രീഡ് കാണിച്ചു തരാം. ബ്രീഡ് നമ്മൾ പുതിയ വെളിയിൽ നിന്ന് കുറച്ച് ഇറക്കിയിട്ടുണ്ട്. നമ്മള് ബ്രീഡ് ഇതൊക്കെയാണ് ബ്രീഡൊക്കെ. എല്ലാ ഹൈബ്രിഡും ഉണ്ട് കൂട്ടുകാരെ, എല്ലാ ഹൈബ്രിഡും ഉണ്ട്. മറ്റേ ഇതുണ്ട്, മറ്റേ കോയിക്കാർപ്പുണ്ട്, സിക്കിൾ, ഷാർക്ക്, പിന്നെ കാറ്റ് ഫിഷ്, സക്കറ്, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പുതിയ. ആ, അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്തോട്ട് വയ്ക്കാം. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഉടനെ ഇടല്. ടെമ്പറേച്ചർ സെറ്റ് ആയിട്ട് ഇടാവൂ. കൊറേ നേരം വെച്ചേക്കാം. ലൈറ്റ് സെറ്റ് ചെയ്താലോ കൂട്ടുകാരെ? നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്താലോ? ക്ലാമ്പ് ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് കളർ ഇപ്പൊ മാറ്റണ്ട. ലൂസ് കോണ്ടാക്ട് ആണ് കൂട്ടുകാരെ. ലൈറ്റ് വെക്കാം, ക്ലാമ്പ് വെള്ളം നനയ്ക്കാം. ഇത് നമുക്ക് ലൈറ്റ് വെക്കണത് ഇപ്പൊ വെക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ മീനെ കൂടി ഇട്ടിട്ട് വെക്കണതാണ് ഒരു രസം ഉണ്ടാവുന്നത്. അപ്പൊ ഈ മീനെ കൂടെ ഇട്ടിട്ട് ലൈറ്റ് വെക്കാം. ചാച്ചാ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് മീൻ വിട്ടേക്കാണ്. ലൈറ്റ് സെറ്റ് ചെയ്തു. അങ്ങനെ എല്ലാ മീനും നല്ല കിടുക്കാച്ചി ആക്റ്റീവായിട്ടാണ് എല്ലാ മീനുകളും ഇരിക്കുന്നത്. ഇപ്പൊ എല്ലാ മീനും കിടുക്കാച്ചി ആയിട്ട് നമ്മൾ ലൈറ്റ് വെച്ച് ലൈറ്റിന്റെ മോഡ് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ആ വെട്ടം ഓഫ് ചെയ്യാമെങ്കിൽ മനസ്സിലാവൂ. വെട്ടം ഓഫ് ചെയ്തിരിക്കുകയാണ് കൂട്ടുകാരെ, എങ്കിലേ മനസ്സിലാവൂ. അപ്പൊ ഇനി കാണിച്ചു തരാം. ഇതാണ് കൂട്ടുകാരെ ഒന്നാമത്തെ മോഡ്. ഇനി ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോൾ ഇതാണ് ഈ മോഡ്. അങ്ങനെ ഇതിൽ ഇത്രയും മോഡാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സാധനം ഒഴിക്കാം. ഇതാണ് ആ സാധനം. അപ്പോൾ അച്ഛാ ഇതൊന്ന് പൊട്ടിക്കണം. തുറന്നു കൂട്ടുകാരെ, നമ്മളിത് എങ്ങനെ കുലുക്കി നേരത്തെ കുലുക്കി നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്. വെള്ളം മാറുമ്പോഴെല്ലാം ഈ വൈറ്റമിൻ ഒഴിക്കണം. എന്തിനാണ് വൈറ്റമിൻ ഒഴിക്കുന്നത്? മീനിന്റെ ഹെൽത്ത്. ഓക്കെ, പച്ച കളറായിരിക്കും. വർണ്ണ മത്സ്യങ്ങൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വളർത്താൻ പറ്റുവാണെങ്കിൽ മാത്രം വളർത്തണം, അല്ലാതെ വളർത്താൻ പാടില്ല. അതിനെ വെറുതെ ദ്രോഹിക്കരുത്. ഇപ്പൊ വെള്ളം എടുക്കാൻ അത് പൊട്ടിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ വരും. എല്ലാ മീനും ഓടിച്ചാടി കിടക്കുന്നു. കമന്റ് പറയാ കൊള്ളാമോ കൊള്ളൂലെന്ന്. അപ്പൊ നമുക്കത് ഒഴിക്കാം. അടപ്പിലെടുക്കാം. ഈ അടപ്പിലെടുക്കാം. ഞാനാണ് ഒഴിക്കുന്നത് കൂട്ടുകാര്. ഇത്രയും മതിയാ. അപ്പൊ നമുക്കിത് അങ്ങടിക്കട്ടാ. ഒഴിച്ചു കൂട്ടുകാരെ. അതൊഴിച്ചപ്പോ മീനൊക്കെ ഒന്ന് ആക്റ്റീവായി. അതൊഴിച്ചപ്പോ മീനൊക്കെ ഒന്ന് ആക്റ്റീവായെന്നാണ് തോന്നുന്നത്. ബാക്ടോനിൽ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ആണ്. നല്ലത്. അത്യാവശ്യം മീനിനെ വളർത്തുകയാണെങ്കിൽ ഈ മെഡിസിൻ ഒക്കെ വാങ്ങിച്ച് വെള്ളത്തിൽ ഒഴിച്ച് വേണം വളർത്താൻ. ബാക്ടോനിൽ. അപ്പോൾ ഇത് ഈ മീൻ എവിടെ നിന്ന് വാങ്ങിച്ചത്, ഈ ടാങ്ക് എവിടെ നിന്ന് വാങ്ങിച്ചതൊക്കെ എല്ലാം കമന്റ് ബോക്സിൽ കൊടുത്തതാണ്. കൃത്യം ടൈമാണ്. നിങ്ങൾക്ക് നമ്മൾ 6 ആണ് പറഞ്ഞത്, 6 mm ആണ് പറഞ്ഞത്. അവർ 10 mm ചെയ്തു തന്ന്. 6 mm-ന് 4500 ആണ് അവർ പറഞ്ഞത്. അവർ അതേ റേറ്റിന് 10 mm 4500 ചെയ്തു തന്ന്. അപ്പോൾ അവരെ പെട്ടെന്ന് വിളിക്കുക. അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പെട്ടെന്ന് വിളിക്കുക. അപ്പോൾ ലിങ്കിൻ്റെ ഷോപ്പ് നമ്മുടെ
ഹൈവേയിലുള്ള പേരൊക്കെ നമ്മളെ ആനേറ ബൈപ്പാസിലാണ്. പേരൊക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്പരും അതിൽ തന്നെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. സൈനിങ് ഔട്ട്. ഈശ്വർ.